ടെറിറ്റോറിയൽ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഓഫീസറായിട്ട് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോയിൻ ടെറിറ്റോറിയൽ ആർമി ആസ് എൻ ഓഫീസറായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു ഫുൾ ടൈം ജോബ് ആയിരിക്കും. അതായത് പാർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എ ഫുൾ ടൈം കരിയർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഫുൾ ടൈം ജോബ് ആയിരിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കൊരു വർഷത്തിൽ കൂടിപ്പോയാൽ 1-2 മാസമായിരിക്കും നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ട വരിക, അതിൽ ക്യാമ്പിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് പോകേണ്ട വരിക. ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് നോർമൽ സിവിലിയൻ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെറിറ്റോറിയൽ ആർമി എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് 12 ജൂലൈ 2026 അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിയത് 20 ഏപ്രിൽ മുതൽ 19 മെയ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആർമീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്ലൈൻ്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി ഇവിടെ കാണാൻ സാധിക്കും. 11 ഒഴിവുകൾ ഓൾ ഇന്ത്യ ലെവലിലാണ്. 11 ഒഴിവുകൾ ആൺകുട്ടികൾക്കും 1 ഒഴിവ് പെൺകുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം. 18 ടു 42 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സെക്ഷനായിട്ടാണ് എക്സാം നടത്തുന്നത്. മാത്രമല്ല ഈ സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഇതിൽ ആർമി യൂസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതായത് റീസണിംഗ് എന്ന് പറയുന്ന ഇതിൽ 40 മാർക്കിനാണ് ചോദ്യമെങ്കിൽ കൂടിപ്പോയാൽ മിനിമം നിങ്ങൾ 20 സ്കോർ ചെയ്യണം എന്നുള്ളൊരു സെക്ഷണൽ കട്ട് ഓഫ് ഉദാഹരണത്തിന് പറയുന്നതാണ്. ആ ഒരു സെക്ഷന് ഇത്ര കട്ട് ഓഫ് ഉണ്ടാവും. അങ്ങനെ ഓരോ സെക്ഷൻ ഓരോ കട്ട് ഓഫ് ഉണ്ടാവും. മാത്രമല്ല മൊത്തം കൂടിയിട്ടൊരു കട്ട് ഓഫ് ഉണ്ടാവും. ഓരോ സെക്ഷൻ 20 കട്ട് ഓഫ് അങ്ങനെ വരുന്നുണ്ട്. ഒരു എക്സാമ്പിളിന് പറയുകയാണ്, മൊത്തത്തിൽ മിനിമം കട്ട് ഓഫ് കണ്ടുള്ള 70 മാർക്കോ അല്ലെങ്കിൽ 80 മാർക്കോ ആണെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 3 സെക്ഷൻ ഉണ്ട്. 3 സെക്ഷൻ ഇപ്പം ഇത്ര മാർക്ക് വെച്ച് നിർബന്ധം. ഇപ്പോൾ 15 മാർക്കാണ് ബാക്കി 2 സെക്ഷനെങ്കിൽ അങ്ങനെ ഓരോ സെക്ഷൻ ഇത്ര മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാകും. ഇത് കൂടാതെ കഴിഞ്ഞ തവണ കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു. ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് കൂടി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ, തിരിച്ച് കിട്ടില്ല. 500 രൂപ അപേക്ഷാ ഫീസ് കൂടി നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ഇത്രയും ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. മാത്രമല്ല 5 ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ, നമ്മുടെ SSB ഇൻ്റർവ്യൂ ഇല്ലേ, SSB ഇൻ്റർവ്യൂ കൂടി ഇതിനുണ്ടാവുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് വാട്ട് ഈസ് SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ലെഫ്റ്റനൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. തുടക്കം തന്നെ 56,100 മുതൽ 1,77,500 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും.